ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ മാനിറ്റ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത്. അതായത് 11 വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സീരീസിൽ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണുന്നത്. സോ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 12, അതായത് 11 to 12 വരെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 11ാമത്തെ ലെവൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കത് ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദ പാസ്വേഡ് ഫോർ ദ നെക്സ്റ്റ് ലെവൽ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫയൽ data.txt where all lowercase a to z and uppercase a to z letters have been dotted by 30 positions. ഈ dotted by 30 positions എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എ ആണെങ്കിൽ ആ എ എന്ന് പറഞ്ഞ ലെറ്റർ ഇവിടെ നമ്മൾ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും എ ആണെങ്കിൽ ഇവിടെ റോട്ടേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണെങ്കിൽ ആ എൻ്റെ കഴിഞ്ഞ് അടുത്ത 13ാമത്തെ ഡിജിറ്റ് ഏതാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്പർ ഏതാണോ വരുന്നത്, ആ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ലെറ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ലൈക്ക് യഥാർത്ഥത്തിൽ ആൻസറിൻ്റെ നമ്മുടെ പാസ്വേഡിൻ്റെ ഫസ്റ്റ് ഉണ്ടാവുക. എ ആണെങ്കിൽ അപ്പോൾ 13ാമത് വരുന്നത് ABCD, ലൈക്ക് ദ 13th നമ്പർ. ഓക്കെ, അത് ലെറ്റർ. സോ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പം ലൈക്ക് ലോഗിൻ ചെയ്യാം. സോ നമുക്ക് കിട്ടിയ 11ാമത്തെ ലെവലിൻ്റെ പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക ഇവിടെ. ഓക്കെ, നമ്മളങ്ങനെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ 11ാമത്തെ പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തൊരു data.txt എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഫയൽ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ അകത്തുള്ളത്. സോ ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് ഇത് റോട്ടഡ് ആയിട്ടാണുള്ളത്. ഓക്കെ, അതാണ് ഈ ലൈക്ക് ഇവിടെ ഗുർ അങ്ങനെ പറഞ്ഞിട്ട് റോട്ടഡായിട്ട് കിടക്കുന്നത്. സോ നമുക്ക് കാണാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഈ ഫയൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, അതായത് ഈ റോട്ടഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ താഴെ ഒരു വിക്കിപീഡിയൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. റെഫർ ചെയ്യാനുള്ള സാധനമാണ്. സോ നമ്മളത് റെഫർ ചെയ്യുന്നു. റെഫർ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഞാൻ ഓൾറെഡി റെഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് നോക്കി കഴിയുമ്പം എങ്ങനെയാണ് ഒരു റോട്ടഡ് ഫയൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പം നമ്മൾ ഒരു കമാൻഡ് എടുത്തിട്ടുണ്ട്. ആ കമാൻഡ് ഇങ്ങനെ കോപ്പി ചെയ്യാം. ഓക്കെ, സോ കോപ്പി ചെയ്തിട്ട് നമ്മൾ data.txt ക്യാറ്റ് ചെയ്തിട്ട് നമ്മളൊരു പൈപ്പ് യൂസ് ചെയ്ത് നമ്മളതിനെ ഫോർവേഡ് ചെയ്യണം. ഓക്കെ, സോ ഈ TRA ലൈക്ക് ആ കമാൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഒബ്വിയസ്ലി ആ data.txt കണ്ടന്റിനെ ലൈക്ക് നമ്മൾ ഔട്ട്പുട്ട് ലൈക്ക് ഇപ്പുറത്തേക്ക് ഔട്ട്പുട്ട് ചെയ്തിട്ട് പൈപ്പ് ചെയ്ത് ഇപ്പുറത്തെ കമാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TR എന്ന് പറഞ്ഞ കമാൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അതായത് ഈച്ച് ലെറ്ററിനെയും റോഡ് 13 എൻകോഡിങ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം കറക്റ്റ് ഏത് പൊസിഷനാണ് ഉള്ളത്, ആ ലെറ്റർ ഇപ്പോൾ കറക്റ്റ് എ ആണ് വന്നതെങ്കിൽ എ ആണ് വരേണ്ടതെങ്കിൽ അതിനെ 13ാമത്തെ പൊസിഷനിലേക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ, അതായത് ഷിഫ്റ്റ് ചെയ്ത് ഫോർവേഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പം സപ്പോസ് ലൈക്ക് സെഡ് കഴിഞ്ഞു, 13 ലെറ്റർ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ട് സെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ലൈക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ലൈക്ക് കമാൻഡ് റൺ ചെയ്ത് നോക്കാം. സോ കമാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടി. ലൈക്ക് ഇവിടെ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഇവിടെ ഗർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് പാസ്വേഡ് ഏകദേശം സെയിം ആയിരുന്നു, ബട്ട് ചില അക്ഷരം അങ്ങടെ മാറിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ പാസ്വേഡ്. ഇത് കോപ്പി ചെയ്ത് വെക്കുക.